ശ്രീ കെ ആൻസ്ലൻ പോയിന്റ് മാത്രമേ സാർ, നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലിൽ അധികമായിട്ട് ഡോക്ടർമാരെ വേണ്ട ആവശ്യത്തെക്കുറിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം, UDF ഭരണകാലത്ത് പ്രസവ വാർഡും കുട്ടികളുടെ വാർഡും ഒക്കെ അടച്ചുപൂട്ടിയൊരു ആശുപത്രിയാണ്. ഇന്ന് മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് എത്തുകയാണ്. പോലീസ് സർജൻ്റെ ആവശ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ കേരളത്തിലെ സർക്കാർ ആശുപത്രി ഏറ്റവും കൂടുതൽ ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്നൊരു ഹോസ്പിറ്റൽ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലാണ്. നെഫ്രോളജി ഡോക്ടറുടെ സേവനം ലഭ്യമാക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അവിടെ OPയുടെ പ്രവർത്തനത്തിൽ ചില ഘട്ടങ്ങളിൽ ഡോക്ടർമാരുടെ അപ്രതീക്ഷിതമായ ലീവെല്ലാം തന്നെ രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. കൂടുതൽ PG ഡോക്ടർമാരുടെ സേവനം കൂടി ലഭ്യമാക്കേണ്ടതായിട്ടുണ്ട്. ഒരു വർഷം ശരാശരി ഏകദേശം 7 ലക്ഷത്തിലധികം വരുന്ന രോഗികൾക്കാണ് അവിടെ OP വിഭാഗത്തിൽ ചികിത്സ ലഭിക്കുന്നത്. ലക്ഷത്തിലധികം വരുന്ന ആളുകളാണ് ഒരു വർഷം കിടത്തി ചികിത്സിച്ച് അവിടെ വിധേയമാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ്. കാട്ടാക്കട, പാറശാല, നെയ്യാറ്റിൻകര, അതുപോലെ തന്നെ കന്യാകുമാരി ജില്ലയിലടക്കമുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശ്രയ കേന്ദ്രമായിട്ടുള്ള ആ ശുശ്രൂഷത്തെ കൂടുതൽ ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഈ സബ്മിഷനിൽ കൂടി ഉന്നയിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട ആരോഗ്യം, വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഭക്ഷ്യവകുപ്പ് മന്ത്രി. ബഹുമാനപ്പെട്ട അങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നെയ്യാറ്റിൻകര താലൂക്കിൽ നെയ്യാറ്റിൻകര വില്ലേജിൽ ദേശീയപാതയ്ക്ക് അരികിലായിട്ടാണ് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. തീരദേശ മേഖലയിലെയും മലയോര മേഖലയിലെയും തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലെയും ജനങ്ങൾ സേവനത്തിനായി ആശ്രയിക്കുന്ന പ്രധാന ആശുപത്രിയാണ് സാർ. വളരെ വിശദമായിട്ടുള്ള നോട്ട് സ്റ്റേബിൾ ചെയ്യാം. എന്നാൽ അവസാനം പ്രധാന പോയിന്റ് 1-2 സഭ കൂടെ അറിയാൻ വേണ്ടിയാണ് സാർ. ഇവിടെ 277 സ്ഥല ജീവനക്കാർ അംഗീകൃത തസ്തികകളിലുണ്ട്. ഇവിടെ NHM മുഖാന്തരം 7 മെഡിക്കൽ ഓഫീസർമാർ ഉൾപ്പെടെ 41 പേർ, HMC മുഖാന്തരം 101 പേർ എന്നിങ്ങനെ 142 താൽക്കാലിക ജീവനക്കാരും സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ആശുപത്രിയിൽ 419 ജീവനക്കാരുടെ സേവനം മേൽപ്പറഞ്ഞ പ്രകാരം ലഭ്യമാണ്. സർ, ആദ്യം മാനദണ്ഡ പ്രകാരം ജില്ലയിലെ ജില്ലാതല ആശുപത്രിയായി തിരഞ്ഞെടുത്തിട്ടുള്ളത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയാണ്. എങ്കിലും 2000-ലധികം രോഗികൾ ദിവസേന ചികിത്സ തേടിയെത്തുന്ന ജില്ലയിലെ പ്രധാന ആശുപത്രി എന്ന പരിഗണനയിൽ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ മെഡിസിൻ, റേഡിയോ ഡയഗ്നോസ്റ്റിക് വിഭാഗങ്ങളിൽ ജൂനിയർ കൺസൾട്ടന്റിന്റെ തസ്തിക സൃഷ്ടിക്കുന്ന വിഷയം സർക്കാർ പരിശോധിച്ചു വരുന്നുണ്ട്. സർ.